മീനു, ഞാൻ വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ പോലെ നാളെ ലേറ്റ് എണീറ്റ് വരാനാണ് നിന്റെ പ്ലാൻ. മോളത് വാലിരിക്കുന്നത് കേൾക്കുന്നത്. എന്റെ പൊന്നു രേഷ്മേ, ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി, എനിക്ക് ക്ഷമിക്കുന്നേ. ഇപ്പൊ കുറച്ച് സമാധാനം താടി. മനസ്സിലൊരു സമാധാനം തരൂല. ഇവിടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തോന്ന് വഴി ഉണ്ടാക്കുന്നു? നമ്മളെ തന്ന മരം നമുക്ക് പണിയാൻ വേണ്ടിട്ട് പറട്ട് തള്ള ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ? അത് കൃത്യമായിട്ട് പ്ലാൻ ഭരിച്ചു. ഗംഭീരം. നീ വയലന്റ് ആണ്. ഇപ്പൊ എന്തെങ്കിലും നീ ചിന്തിച്ച് ചെയ്താൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇതിലും വലിയ എന്ത് പ്രത്യാഘാതം പറയണം? ആറ്റം ബോംബാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ. ആറ്റം ബോംബ്. ഇല്ല, അത് അങ്ങനെയല്ല. നമുക്കത് നിങ്ങൾ എന്ത് സംസാരിക്കുന്നത്? അറിഞ്ഞിട്ടിപ്പോ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. പക്ഷെ രണ്ടെണ്ണത്തിന്റെ മുഖം കാണുമ്പോ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എവിടുന്ന് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ശരി ശരി ശരി. ഇവിടെ ഇരുന്ന് ഒരുപാട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മറ്റേ തലയിട്ട് നോടുന്ന പരിപാടി ഉണ്ട്. അത് വേണ്ട. സ്വന്തം ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. വെറുതെ അല്ലല്ലോ, മാസം മാസം ശമ്പളം എണ്ണി തരുന്നുണ്ടല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുതലാളിമാരാണെന്നുള്ള ബഹുമാനം കാണിക്കും. അതെ, വല്ലോടത്തും പോയി വല്ലോരും വായിന്ന് വല്ലതും കേട്ടിട്ട് ഞങ്ങളുടെ പാക്കറ്റോട്ട് കയറുന്നതിനാ ഞങ്ങൾ അതിന് മാത്രം ഇത് തെറ്റാ. അയ്യോ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് നമ്മളാണ്. നിന്നെ പോലെ 2 കഴുതകളെ ജോലിക്ക് എടുത്തിട്ട് ഇവിടെ നിന്റെ ഒക്കെ വാങ്ങിയിരിക്കണം. ഞങ്ങൾ ഡെയിലി വന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് വേറെ ആർക്കും വരുത്തല്ലേ. നമ്മൾ ഇനി ഇവിടെ കൂടുതൽ നിന്നാൽ അമ്മയുടെ കണ്ണിപ്പെടും. ഇവിടുന്ന് മുങ്ങുന്നതാണ് നല്ലത്. എന്തു പറയും? ഞാൻ ആ പ്ലാനിനോട് യോജിക്കുന്നു. എന്നിരിക്കണ പോയി പണിയെടുക്കും പിള്ളേരെ. അല്ലെങ്കിൽ പണിയെടുക്കുന്നതായിട്ട് പോയി അഭിനയിക്കെങ്കിലും ചെയ്യോ. മാർക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഈയിടെയായിട്ട്. പണി നമുക്ക് കൊടുക്കാം. എട്ടിന്റെ മീനു, നീ ഇത് എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഈ പ്രൊജക്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയില്ലേ? അതൊക്കെ തീർന്നു. ആരാണാ പോയി പറയുന്നത്? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അല്ലടി, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്ത് കാര്യം? ഈ ജോമിക്കും ടോമിക്കും എന്തായിരിക്കും അമ്മായിന് ഇത്ര പേടി? എനിക്ക് തോന്നുന്നതേ, പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് മാമന്മാരെയൊക്കെ ഭയങ്കര പേടിയില്ലായിരുന്നോ? ഇപ്പൊ പക്ഷെ പിള്ളേർക്ക് മാമന്മാരൊരു കോമഡി പീസാ. പണ്ട് അങ്ങനെയല്ലല്ലോ. ചിലപ്പോൾ ഈ ടോമിയുടെയും ജോമിയുടെയും വീട്ടിലെ മാമനായിരിക്കും ഈ മാമി മേ ബി ടു മച്ച് ടോക്സിക്. ശരിയായിരിക്കും. പക്ഷെ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയണം. എന്തിന്? കാര്യമുണ്ട്, നീ വാ. എന്താ ചായയാണല്ലോ അത്. അതെനിക്ക് മനസ്സിലായി. എന്നെ എന്തിനാ ഇവിടെ കൊണ്ട് പിടിച്ചെടുത്തേക്കുന്നത്? കേട്ടോ, നമുക്ക് ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. ഈ ചായ കുടിക്കണ്ട, ഞാൻ വേറെ ചായ തരാം. എനിക്ക് വേണ്ട. അത് നിനക്ക് ചായ കുടിച്ചാലും ഇവിടുത്തെ ഈ ഉണക്ക മിഷൻ ചായ കുടിക്കില്ല എന്ന് അറിയാൻ പാടില്ലേ? എന്നാ പിന്നെ കലക്ക് നല്ലൊരു ഗ്ലാസ് ചായ എടുക്കട്ടെ പോലെ. വളരെ രേഷ്മേ, ഒരുപാട് കലക്കല്ലേ. എന്നെ വിളിച്ചു വരുത്തിന്റെ കാര്യം പറ. കാര്യം മനസ്സിലായ സ്ഥിതിക്ക് വിഷയത്തിലേക്ക് നേരിട്ട് വരാം. ഈ മേരി മാഡവും ജോമിയും ടോമിയും തമ്മിലുള്ള പ്രശ്നം എന്താ? അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ? അവരുടെ കുടുംബക്കാര് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞ സ്ഥിതിക്ക് അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമേ. അത് മാത്രമല്ല, ഈ മേരി മാഡം വന്നപ്പോൾ തൊട്ട് ഈ ജോമിയും ടോമിയും ബാലുമ തീ പിടിച്ച പോലെ കിടന്ന് ഓടുക. അതിന് മാത്രം പേടിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇനി അങ്ങനെ പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മുൻകരുതൽ എടുക്കാമല്ലോ. മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം വരും ദിവസങ്ങളിലൂടെ നടക്കാൻ പോണത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയത്തില്ല. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതറിഞ്ഞാലേ അതിനനുസരിച്ചുള്ള ഞങ്ങളുടെ അപ്കമിങ് ഡേയ്സ് ഒക്കെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുരുക്കി പറയാം. ഈ ജോബിയുടെയും ടോമിയുടെയും അപ്പന്മാരുടെ ഒരേ ഒരു പെങ്ങളാണ് മേരി മാഡം. മനസ്സിലായോ? ചെറുപ്പം മുതൽ ഈ ജോമിയുടെയും ടോമിയുടെ പപ്പന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ആരാ? ഈ മേരി മാഡം. നമ്മൾ ഈ സിനിമയിലൊക്കെ എന്താ കണ്ടിട്ടുള്ളത്? പെങ്ങന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇടപെടുന്ന ആങ്ങളമാരെ പറ്റിയല്ലേ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ 2 പപ്പന്മാർക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ മേരി മാഡാണല്ലോ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് മേരി മാഡം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ അടികളുടെ കഥകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് തീരത്തില്ല. എന്തൊക്കെ വന്നാലും ഈ ലോകത്ത് ഈ 2 പപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം മേരി മാഡത്തിന്. അവർ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. അപ്പോൾ ഈ മേരി മാഡം ഭയങ്കര അറിയപ്പെടുന്ന വലിയൊരു ഗുണ്ടിയായിരുന്നു അല്ലേ? ഗുണ്ടി. ഈ ഗുണ്ടയുടെ സ്ത്രീലിംഗം ഏകവചനം, അതാണ് എന്റെ കുട്ടി ഉദ്ദേശിച്ചത്. ഗുണ്ടി. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ബാക്കി എന്താന്ന് വെച്ചാൽ
കുടുംബത്തിനും ആങ്ങളമാർക്കും വേണ്ടി ജീവിച്ച് സ്വന്തമായിട്ട് ജീവിക്കാൻ തന്നെ മേരി മാഡം മറന്നേ. പുള്ളിക്കാരിയാണെങ്കിൽ ഇതുവരെ കല്യാണം കൂടി കഴിച്ചിട്ടില്ല. പുള്ളിക്കാരിക്ക് വയനാട് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ 100ഓളം പണിക്കാർ. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ നടന്ന് ഒരു രാജ്ഞിയെ പോലെ ജീവിച്ചു വരുമായിരുന്നു. ഈ ടോമിയും ജോമിയും കൂടി ഇവിടെ ഒരു ഓഫീസ് തുടങ്ങി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടന്നപ്പോൾ പിന്നെ പുള്ളിക്കാരി അവിടെ അടങ്ങിയിരിക്കുമോ? അപ്പൊ ഇത്രയും വലിയൊരാളാണല്ലേ നമ്മുടെ ഓഫീസിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെറുതെ അല്ല അല്ലേ മാഡത്തിന് നമ്മുടെ ഈ ഓഫീസ് ഒരു കോഴിക്കോട് പോലെ തോന്നിയത്? അപ്പൊ ടോമിയാണ് ലക്ഷ്യം. വെറുതെ ആണോ മാഡം വന്നപ്പോൾ തൊട്ട് അവന്മാർ മൂക്കും തീ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി കിടക്കുന്നത്? ഈ ടോമിയും ജോമിയും ഒഴുക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നവരെ മേരി മേഡത്തിൻ്റെ കണ്ണിൽ എല്ലാവരും സംശയക്കാരായിരിക്കും. മനസ്സിലായോ? പേടിക്കണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, മേഡത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നവരെ മേഡം മരിക്കുന്നതൊരു മറക്കത്തില്ല. ഒരു 10 വർഷം മുമ്പ് ഞാൻ മേഡത്തിന് ചെറിയൊരു സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മേഡം ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞില്ലേ, നീ എന്തിനാ എന്നെ മേഡം എന്ന് വിളിക്കണേ, ആൻറ്റീന്ന് വിളിച്ചാൽ പോരുന്നു ഏത്. അപ്പം തന്നെ ഞങ്ങൾക്കിടയിലൊരു ബന്ധം മനസ്സിലായില്ലേ? വെരി നൈസ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടിയെന്നേ വിചാരിക്കുന്നു. ഞാനെന്നാ പോകട്ടെ. താൻ ഇതിലേലും പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നു. ചായ നോറ് പറ്റൂലേ, ചൂടുവേണം. സഹായം ചെയ്യാൻ വന്ന ഒരാൾ വെറുപ്പിക്കാതിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അല്ലേ? അവൻ ഈ ബിൽഡപ്പം കേട്ടോണ്ട് എത്ര നേരം വെച്ചാൽ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ലൂസിഫർ പടത്തിൽ ലാലേട്ടന് പോലും പൃഥ്വിരാജ് ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്ത് കാണത്തില്ല. പറയാം. എന്റെ ബീനു, നീ കുറെ നേരമായി നടത്തം തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആശ്വാസമായനെ. വെപ്രാളപ്പെടാതെ ചിന്തിക്കല്ലേ. എന്നാ ചിന്തിച്ച് കഴിഞ്ഞിട്ട് പറ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും അവിടെ ഇരിക്കും, ഇപ്പൊ പറയാം. ഐഡിയ കിട്ടി. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ് എന്നാണല്ലോ. എന്തിന്റെ ഐഡിയ? നമുക്ക് വേണ്ടത് നിലനിൽപ്പാണ്. കൂട്ടത്തില ജോമിക്കും ടോമിക്കും സൈഡിൽ കൂടെ ഒരു പണി കൊടുക്കാൻ പറ്റിയ അതും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മേരി മാഡത്തിന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ച് കയറുക എന്നതാണ്. ഓ, വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി പറ, കേക്കട്ടെ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ജസ്റ്റ് ലിസൺ. ഈ മേരി മാഡം എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? എന്തിനാ? ജോമിയും ടോമിനെ കുറിച്ച് അറിയാൻ. ഈ ജോമിയും ടോമിയും എന്തിനാ മേരി മാഡം കാണാതെ മുങ്ങി നടക്കുന്നത്? എന്തിനാ? അവരുടെ രഹസ്യങ്ങളൊന്നും മേരി മാഡം അറിയാതിരിക്കാൻ. അപ്പോഴത്തെയാണ് നമ്മുടെ റോള്. ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മേരി മാഡത്തിനെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു. സിമ്പിൾ. യു മീൻ ചോർത്തൻ? കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ മേരി മാഡത്തിന്റെ ഗുഡ് ബുക്കിൽ നമ്മൾ ഇടം പിടിക്കും. നേരത്തെ ലാസർ പറഞ്ഞ പോലെ നമ്മുടെ കാര്യം സേഫ്. എന്തു പറയുന്നു? ഓ, എന്റെ പൊന്നി വീണു, ആ ചോദ്യത്തിന് എന്നോട് പ്രസക്തിയില്ല. നമ്മൾ നേരെ മേരി മാഡത്തിന്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു, അവരെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നു, അങ്ങനെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. ഓ, ലെറ്റ്സ് ഗോ. ഓടിക്കോ. മാഡം, ഞാനും കൂടെ കമന്റ് ചെയ്തോട്ടെ മാഡം? എന്താ? അകത്തേക്ക് വന്നോട്ടെ മാഡം. ഇവിടെ സമയമില്ലാത്ത സമയത്താണ്. ശരി, കയറി വാ. ഇരുന്നോട്ടെ മാഡം. ഓ, ഇരുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറയണം. എനിക്കിവിടെ 100 കൂട്ടം പണിയുള്ളതാ. അയ്യോ, ഞങ്ങൾ മാഡത്തിന്റെ സമയം വേസ്റ്റ് ആക്കില്ല, പെട്ടെന്ന് നോക്കോളാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്നതേ മാഡത്തിനോട് ഒരു കാര്യം പറയാനാ. അതെന്ത് കാര്യം എന്നല്ലേ പറയാൻ പറഞ്ഞേ? മാഡം, അത് ജോമിയുടെയും ടോമിയുടെയും ഒരു കാര്യം പറയാനായിരുന്നു ഞങ്ങൾ വന്നത്. അവന്മാരെ പറ്റിയോ? അവന്മാരെ പറ്റി എന്ത് കാര്യം? മാഡം, ഞങ്ങൾക്കിത് പറയാനുള്ള അവകാശം ഉണ്ടോയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. വാങ്ങിക്കുന്ന ശമ്പളത്തിനുള്ള പണിയെടുത്താൽ മതി എന്നാ ജോമിയും ടോമിയും എപ്പോഴും നിങ്ങളോട് പറയാറ്. അവന്മാരതും പറയും, അതിൻ്റെ അപ്പുറവും പറയും. ഇപ്പം ഞാനല്ലേ പറയുന്നേ? നിങ്ങൾ കാര്യം പറ.
ഇനി ഇതൊക്കെ ഞങ്ങൾ മാഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി എങ്ങാനും പോയാൽ ഞങ്ങൾ നടുത്തരുവിൽ നിന്ന് തെണ്ടേണ്ടി വരും മാഡം. നിങ്ങളുടെ ജോലി പോകത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. അതുപോലെ നിങ്ങൾക്ക്. ഇനി പറ എന്താ കാര്യം? ജോമിയും ടോമിയും ആദ്യമായിട്ട് തുടങ്ങിയ കമ്പനി മുതൽ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് മാഡത്തിന് അറിയാലോ അല്ലേ? ഇതവരുടെ എത്രാമത്തെ കമ്പനിയാണെന്നും മാഡത്തിന് അറിയാലോ അല്ലേ? അവന്മാർ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകല നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ അവന്മാരുടെ അപ്പന്മാരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരേക്കും അവന്മാർ തുടങ്ങിയതും പൂട്ടിച്ചതുമായിട്ടുള്ള കമ്പനികളെല്ലാം കൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾ ബാക്കി പറ. ഈ കമ്പനികളൊക്കെ നഷ്ടത്തിലാവാനും പൂട്ടിപ്പോവാനും എന്താ കാരണം എന്ന് മാഡത്തിന് അറിയോ? എന്ത് കാരണം? വാശി, വെറും വാശി. വാശിയോ? ആരോട്? അവർക്ക് അവരുടെ അപ്പന്മാരോടുള്ള വാശി. അവര് കാരണമാണ് ദൈവന്മാർ ഇവിടെ കിടന്ന് നരകിക്കുന്നതെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറയാറ്. മാത്രമല്ല ഇവരുടെ അപ്പന്മാർക്ക് അവരൊട്ടും വിശ്വാസമില്ലെന്നും അതുകൊണ്ടാണ് നാട്ടിലെ ഒരു പരിപാടിക്ക് വരെ സഹകരിക്കാത്തതെന്നും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെ സഹകരിപ്പിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇവന്മാർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞങ്ങൾ എടവപ്പള്ളിയിൽ ഒരു പെരുന്നാൾ നടത്തി. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ വെടിക്കെട്ടാണ് ഞങ്ങൾ പെരുന്നാളിൻ്റെ അവസാനത്തേക്ക് മാറ്റി വെച്ചിരുന്നത്. സ്കൂളിലെ പിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെരുന്നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവന്മാർ പടക്കപ്പുരയിൽ പോയി തീ കൊളുത്തി. 75 ലക്ഷം രൂപയുടെ മുതലാണ് ഒറ്റ നിപ്പിന് കത്തിച്ചാമ്പലായത്. അതിനിടയിൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി, ഒരുപാട് പേർക്ക് പരിക്കും പറ്റി. ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര രൂപയാണ് ഞങ്ങൾ ചിലവാക്കേണ്ടി വന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അത്രയ്ക്ക് ഭീകരന്മാരായിരുന്നു ഇവര്. പക്ഷെ മാഡം സ്കൂളിൽ പഠിക്കുന്ന പ്രായമല്ലേ, അപ്പം അറിയാതെ വല്ലതും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചിരുന്നത്. സ്കൂൾ കഴിഞ്ഞ് കോളേജായി, കോളേജും കഴിഞ്ഞിട്ട് ഒരു പണിക്കും പോവാതെ വീട്ടിലിരുന്ന സമയത്ത് ഇവന്മാർ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നഷ്ടങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല. അവന്മാർക്ക് വേണ്ടി ചിലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ വയനാട് എൻ്റെ എസ്റ്റേറ്റിൻ്റെ അടുത്ത് 2 എണ്ണം കൂടെ ഞാൻ പുതിയത് മേടിച്ചിട്ടേനെ. ഇവനെയൊക്കെയാണോ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പന്മാരോടുള്ള വാശി കൊണ്ടാണ് ഇവന്മാർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നാണോ? എക്സാക്ട്ലി കറക്റ്റ് മാഡം. ഓരോ ബിസിനസ്സും ചെയ്ത് ലക്ഷങ്ങൾ പൊടി പൊടിക്കുമ്പോൾ ഇവന്മാരെന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? ഇവന്മാരുടെ അപ്പന്മാരെ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നു, നാട്ടിലുള്ള മുഴുവൻ ബിസിനസ്സും ഇവരെ ഏൽപ്പിക്കുന്നു. നോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവന്മാർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമാവാത്തിടത്തോളം കാലം ഞങ്ങളുടെ കുടുംബത്തിലെ യാതൊരു ബിസിനസ്സിലും കാലെടുത്ത് വയ്ക്കാൻ അവന്മാരെ സമ്മതിക്കത്തില്ല. സമ്മതിക്കരുത് മാഡം, സമ്മതിക്കരുത്. അവന്മാർ ഇവിടെ ബിസിനസ് നടത്തി തെളിയാതെ നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകും. അതൊക്കെ ഇരിക്കട്ടെ, ഇവന്മാർ സ്ത്രീ വിഷയങ്ങളിൽ എങ്ങനെയാണ്? ആ വിഷയത്തിലൊക്കെ നല്ല ഡീസൻ്റാ മാഡം. അല്ല മാഡം, അതെ അല്ല മാഡം. ഈ ഡീസന്റ് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ഡീസന്റാ. പിന്നെ ഞങ്ങളുടെ അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ അപ്പന്മാരെ അറിയിക്കുന്നു, ഇവർക്ക് ഉറപ്പാണല്ലോ. പക്ഷെ ഇവിടെ വരുന്ന ബാക്കി പെൺകുട്ടികളോട് അത്യാവശ്യം കൊഞ്ചലും കുഴലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങളെ കണ്ട അപ്പ എക്സ്പ്രഷൻ മാറ്റും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പുറത്ത് ഇവന്മാർക്ക് അത്യാവശ്യത്തിൽ അധികം ചുറ്റിക്കളികളുണ്ട് മാഡം. ഉള്ളതാ. ഞങ്ങളുടെ കുടുംബത്തിനെ ഒരു സൽപ്പേരുണ്ട്, ഇവന്മാരായിട്ട് അത് ഇല്ലാതാക്കും. ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ അത് ഏതവനാണെങ്കിലും ശരി, അവനെല്ലാം വെട്ടി കീറി ഞങ്ങൾ തുണ്ടമാക്കി കുഴിച്ചിടും. ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഏതായാലും ഞാനിവിടെ ഇപ്പോൾ വന്നത് നന്നായി. അപ്പം ശരി, നിങ്ങളേതായാലും ഇതൊക്കെ പറഞ്ഞു തന്നതിന് നന്ദി. ഇനി എന്ത് വേണമെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് പണിയില്ലേ? എന്നാൽ നിങ്ങൾ പോയിക്കോ. ശരി മാഡം. അല്ല, നമുക്കെന്തായാലും അപ്പൊ ആയതുകൊണ്ട് പറഞ്ഞു. അത്രയും പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മനസ്സിലായില്ല. അല്ല, നിങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ആർക്കട്ടോ വേണ്ടിയുള്ള പണിയാണെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി പണിയും കൊടുത്തല്ലേ? ലാസർ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങള് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അതിന്. അതെ, ഇവനിത് എന്തൊക്കെയാ പറയണേ? നിങ്ങൾ മേരി മേഡത്തിൻ്റെ അടുത്ത് എന്താ പറയുക എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞത് എന്താണെങ്കിലും അത് അവസാനം നിങ്ങളെ തിരിഞ്ഞു കൊത്തായിരിക്കും പ്രാർത്ഥിച്ചു. എൻ്റെ പൊന്ന് ലാസറേ, ഞങ്ങൾ ആരുടെ അടുത്തും പോയി ഒന്നും പറഞ്ഞിട്ടില്ല. അതെ അല്ലേ? പറഞ്ഞിട്ടില്ല. അതെ, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ പറയാൻ പോണ കാര്യം ഒന്ന് കേട്ടിട്ട് പോകണം നല്ലായിരിക്കും. എൻ്റെ പൊന്നു ലാസറേ, ഞങ്ങൾ ആരോടും പോയി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ വേണമെങ്കിൽ എന്താ ലാസറിനെ പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാമല്ലേ? അതെ, ഞങ്ങൾ എന്തായാലും ബ്രേക്കിൽ 5 മിനിറ്റിന് വന്നതാണല്ലോ, അപ്പൊ ചുമ്മാ ലാസറോട് കേട്ടേക്ക്. അല്ല, എന്താണാവോ പറയാനുള്ളത്? അത് കേട്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് പോകാരും. അതെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജോമിയുടെയും ടോമിയുടെയും അപ്പന്മാർക്ക് ഒരു തടിമില്ലുണ്ട്. അപ്പോൾ ഇവന്മാരെ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ തടിമില്ലി കൊണ്ടേക്ക് ജോലിക്ക്. രാവിലെ അപ്പന്മാർ വരുമ്പോൾ അവരുടെ കൂടെ ജോലിക്ക് വരും. ഉച്ചയാകുമ്പോൾ ഇവന്മാരെ എങ്ങോട്ട് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇവന്മാരെ അവിടെ ഇരിക്കും നിങ്ങൾക്ക് തോന്നണ്ടോ? വൈകുന്നേരം അപ്പന്മാർ ഓഫീസിലെത്തുമ്പോൾ എവിടെ നിന്നറിയില്ല ഇവന്മാരോടെ ഉണ്ടാവും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ തടിമില്ലിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ കൂടി അവരുടെ തടി എടുത്തങ്ങ് മറച്ചു വിട്ടു. പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് ചെയ്താ, പക്ഷെ അവസാനം പിടി വീണു. എന്നിട്ട് ആരാണ് തടി കട്ടതെന്നറിയാൻ മുതലാളിമാർ അന്വേഷണം തുടങ്ങി. അപ്പോൾ ഈ കള്ളന്മാർ അവന്മാരുടെ മേലിൽ പിടി വീഴുമെന്ന് വിചാരിച്ച് ജോമിയുടെയും ടോമിയുടെയും പേര് ഒറ്റി കൊടുത്തു മേരി മേഡത്തിൻ്റെ അടുത്ത് നിന്നിട്ട്. മുതലാളിമാർ ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ എന്നാ ഇവന്മാർ രാവിലെ വരും, ഉച്ചയാകുമ്പോൾ മുങ്ങും. അപ്പോൾ അവർ വിചാരിച്ചു ജോമിയും ടോമിയും ഇത് കട്ടയെന്ന്. പക്ഷെ മേരി മേഡം തടി കട്ടവന്മാരെ പൊക്കി. തടി കട്ടേനല്ല, ഇവന്മാരൊക്കെ കൂടി മുതലാളിമാരുടെ മക്കളെ ഒറ്റിക്കൊടുത്തേനാണ്. അപ്പം തന്നെ അവന്മാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു. ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കണ്ട. 1.5 മാസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പാകത്തിന് മേരി മേഡം അവർക്ക് നല്ല പണി കൊടുത്തേ. പക്ഷെ ചിലവ് മൊത്തം മേരി മേഡം എടുത്തോട്ടോ. ഇനിയിപ്പോൾ അവന്മാർ ജോലി എടുത്ത് ജീവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പേടിച്ചാ നിങ്ങൾ പേടിക്കണ്ട, അതിന് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ രേഷ്മ? നമ്മൾ ചെയ്ത് മണ്ടത്തരായി പോയോടി. നമ്മൾ പറഞ്ഞിട്ട് മുഴുവൻ കള്ളത്തരാണെന്ന് അറിയാൻ മേരിവേണം, നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊന്നും ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ 1.5 മാസം കിടക്കാനുള്ള ബെഡ് ബുക്ക് ചെയ്താൽ മാത്രമേ